ശാന്തി ശാന്തി This call is now being recorded. അതും കൂടെ ആയിക്കോട്ടെ. അപ്പോ നമുക്ക് ഇന്ന് ബൃഹദാരണ്യ ഛാന്തോഗ്യോപനിഷത്തിന്റെ 5-ാം അധ്യായത്തിലെ 12-ാം ഖണ്ഡം ആണ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്പൂതിരി സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ സന്ദർഭം നമ്പൂതിരി സാറ് നന്നായി പറഞ്ഞിട്ടുണ്ട്. 11 ഖണ്ഡം വരെ പറഞ്ഞപ്പോ അദ്ദേഹം അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്ന ഈ സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ 5 ബ്രാഹ്മണരെ, അവരെ സാമാന്യം ബ്രഹ്മത്തെ പറ്റി ബ്രഹ്മജ്ഞാനം അവർക്ക് സാമാന്യമായിട്ടുണ്ട്. അതായത് ബ്രഹ്മവിദ്യയെക്കുറിച്ചുള്ള ജ്ഞാനം സാമാന്യമായിട്ടുള്ള 5 പേരാണ്. അവർ 5 പേരും കൂടിയിട്ട് അവർക്ക് കൂടുതൽ അറിയണം. അപ്പൊ ആദ്യം ആരൊക്കെയാണ് അവർ 5 പേര്? ഒരാള് പ്രാചീനശാലൻ ഉപമന്യു എന്ന് പറയുന്ന ആളുടെ പുത്രനാണ് അദ്ദേഹം. അതുപോലെ പുരുഷപുത്രനായിട്ടുള്ള സത്യയജ്ഞൻ അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ഇന്ദ്രദ്യുമ്നൻ എന്നൊരാള്. പിന്നെ ഒരാളുടെ പേര് ജനം, ബുഡിലഹ. ഇങ്ങനെ ഇവർക്ക് 5 പേർക്കും കൂടുതലായിട്ട് അറിയണം. വൈശ്വാനര വിദ്യയെക്കുറിച്ച് അറിയണം. വൈശ്വാനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അഗ്നിർ വൈശ്വാനരോ വഹ്നിഹി വീതിഹോത്രോ ധനഞ്ജയ, നമുക്കറിയുന്ന. അപ്പോ ബ്രഹ്മവിദ്യയെക്കുറിച്ച്, വൈശ്വാനര വിദ്യയെക്കുറിച്ച് അവർക്ക് അറിയണം. അപ്പൊ അഗ്നിവിദ്യ തന്നെ അതിനെ കൂടുതലായിട്ട് അറിയാൻ അവരാലോചിക്കുകയാണ്, നമുക്കിപ്പോ എന്താണ് ഒരു മാർഗം? ആരോട് അന്വേഷിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുക എന്നാണ് അവരാലോചിക്കുന്നത്. അത് ശരിക്കുള്ള വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്. വിദ്യ അർത്ഥിക്കുക. എവിടെ കിട്ടും വിദ്യ അവിടെ ചെന്ന് അവര് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവര് ആലോചിച്ചത്, ആരുണിയുണ്ട്, ആരുണിഹി ഉദ്ദാലകഃ. അരുണന്റെ പുത്രനായിട്ടുള്ള ഉദ്ദാലകൻ എന്നൊരാളുണ്ട്. അദ്ദേഹം സാമാന്യം അഗ്നിവിദ്യയെക്കുറിച്ച് അറിയുന്ന ആളാണ്. വൈശ്വാനര വിദ്യയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം എന്നാണ്. ഉദ്ദാലകൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഛാന്തോഗ്യോപനിഷത്തിന്റെ മഹാവാക്യമായ തത്വമസി ശ്വേതകേതോ, ഇതാണ് ഛാന്തോഗ്യോപനിഷത്തിന്റെ മഹാവാക്യം. ഛാന്തോഗ്യോപനിഷത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഭാഗമായിരിക്കും, ഇത് സാമവേദത്തിന്റെ ഉപനിഷത്താണ്. സാമം എന്ന് പറയുന്നത് എന്താണ്? അത് ഗാനമാണ്. സാമ എന്ന് പറയുന്നത് സാമനി സാമാനി, ഞാൻ രൂപം ചൊല്ല. അപ്പൊ സാമം എന്താണ്? ഗാനമാണ്. അപ്പൊ ഗാനം ചെയ്യുന്ന ഈ സാമം, അതിനെ ഗാനം ചെയ്യുന്ന ആളെയാണ് ഛന്ദോഗായകൻ. ഛന്ദസ്സിനെ ഗാനം ചെയ്യുന്നവനാണ് ഛന്ദോഗായകൻ. അപ്പൊ ഈ ഛന്ദോഗായകൻ എന്താണ് ചെയ്യുന്നത്? സാമ ഗാനങ്ങളെ ആലപിക്കുകയാണ് ചെയ്യുന്നത് യജ്ഞങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഛന്ദോഗഹ എന്ന് പറയും. ഛന്ദോഗായകൻ ആയതുകൊണ്ട് ഛന്ദോഗൻ എന്ന് പറയും. ആ ഛന്ദോഗനെ സംബന്ധിച്ചതായതുകൊണ്ടാണ് ഛാന്തോഗ്യം എന്ന് പറയുന്നത്, അല്ലെ? അരോഗം ആയിരിക്കുന്ന അവസ്ഥയെ ആരോഗ്യം എന്ന് പറയുന്ന പോലെ തന്നെ ഛന്ദോഗായകനെ സംബന്ധിച്ചത് ഛാന്തോഗ്യം. അപ്പൊ ഈ ഛാന്തോഗ്യത്തിലെ മഹാവാക്യം തത്വമസി എന്നാണ്. തത്വമസി ശ്വേതകേതോ, അല്ലയോ ശ്വേതകേതു, നീ തന്നെയാണ് അത്, ആ പരബ്രഹ്മം എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ഉദ്ദാലകനാണ്. ആരുണിയായ ഉദ്ദാലകൻ ആർക്കാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? ആരുണേയനായ ശ്വേതകേതുവിന്. ആരുണേയൻ. അപ്പോ ആരുണിയുടെ പുത്രൻ ആരുണേയൻ, അതായത് അരുണന്റെ പേരക്കുട്ടിയാണ് ഈ ശ്വേതകേതു. അരുണന്റെ മകൻ ആരുണി ഉദ്ദാലകൻ, ഉദ്ദാലകന്റെ മകൻ ആരുണേയൻ ശ്വേതകേതു. ആ ശ്വേതകേതുവിനെ 9 വിധത്തിലായിട്ട് ഈ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഈ ആരുണി. അപ്പോ ഉദ്ദാലകൻ അങ്ങനെ 9 പ്രകാരത്തിൽ 9 പ്രാവശ്യം പറയുന്നുണ്ട് ഈ ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി ശ്വേതകേതോ എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഓരോ വിധത്തിൽ പറയാണ്, എല്ലായിടത്തും ഇത് വ്യാപിച്ചിരിക്കുകയാണ് ഈ ബ്രഹ്മം. അതിനെ കുട്ടിയെ കൊണ്ട് തന്നെ പല പരീക്ഷണങ്ങള് നടത്തിക്കുന്നുണ്ട്. അവനെ കൊണ്ട് എന്താണ്, ആദ്യം തന്നെ ഉപവസിപ്പിക്കുന്നുണ്ട്, 15 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്.
പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് 15 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് വന്നപ്പോൾ കുട്ടിക്ക് യാതൊന്നും ചൊല്ലാൻ പറ്റുന്നില്ല. ഋക്കുകള്, സാമം, അഥർ ഒന്നും ചൊല്ലാൻ പറ്റുന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ചു വന്നിട്ടാണ് പഠിച്ച കാര്യങ്ങളൊക്കെ കുട്ടി ഓർത്തത്. ഇങ്ങനെ കലകൾ നഷ്ടമാവുന്നതിനെ പറ്റിയും കലകൾ വീണ്ടും ചേരുന്നതിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ട് ഈ ഉദ്ദാലകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഉദ്ദാലകനെ അറിയാവുന്ന ഇവർ 5 പേരും കൂടി ഏക മനസ്സായി നിശ്ചയിച്ചു, നമുക്ക് ഉദ്ദാലകനെ കാണാൻ പോകാം. അങ്ങനെ ഇവർ 5 പേരും ഉദ്ദാലകന്റെ സമീപത്ത് ചെന്നു. ഉദ്ദാലകന്റെ സമീപത്ത് ചെന്നപ്പോൾ ഉദ്ദാലകനെ ഇവർ വന്നപ്പോഴേ കാര്യം മനസ്സിലായി. ഇതാണ് സംഭവം. അവർക്ക് വൈശ്വാനര വിദ്യ ഉപദേശിച്ചു കൊടുക്കണം. ഇവർക്ക് ഉപദേശിക്കാൻ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പല സംശയങ്ങളും ചോദിക്കും. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ താൻ അപ്രാപ്തനാണ് എന്ന് ഉദ്ദാലകന് തോന്നി. അതുകൊണ്ട് ഉദ്ദാലകൻ അവരോട് പറഞ്ഞു, നന്നായി ബ്രഹ്മവിദ്യ അഭ്യസിച്ച ഒരാളുണ്ട്, ഈ വൈശ്വാനര വിദ്യ അറിയുന്ന ഒരാളുണ്ട്. അത് കേകയ രാജാവാണ്. കേകയ രാജപുത്രനാണ് ഇത് കൂടുതലായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക്, അശ്വപതിയുടെ അടുത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവര് എല്ലാവരും കൂടെ, ഉദ്ദാലകനും കൂടെ അവരുടെ കൂടെ കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ രാജാവ് ഒരു യജ്ഞം നടത്താൻ തയ്യാറായിട്ടിരിക്കുകയാണ്. യജ്ഞം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇവര് ചെല്ലുന്നത്. രാജാവ് വേഗം വന്ന് എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി സത്കരിച്ചു. അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങളിവിടെ വസിക്കുക. നിങ്ങൾക്ക് നാളെ ഞാനൊരു യജ്ഞം നടത്താൻ പോവാണ്. ഓരോ ഋത്വിഗിനും കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും ഞാൻ ദാനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ യജ്ഞത്തിന് എന്ത് വേണം? ദാനം. യജ്ഞത്തിന് ആവശ്യമാണ്. അപ്പൊ യജ്ഞത്തിന് ഈ യാഗം ദാനം ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഋത്തുക്കൾ കൊടുക്കുന്നത് പോലെ, ഋത്തുക്കള് അറിയാമല്ലോ, ഋഗ്വേദത്തിന്റെ പുരോഹിതനാണ് ഋത്വിക്. യജുർവേദത്തിൻ്റെത് അധ്വർയും അറിയാമല്ലോ, യജുർവേദത്തിന്റെ അധ്വർയും. സാമവേദത്തിന്റെ ഉദ്ഗാതാവ്, അഥർവവേദത്തിന്റെ ബ്രഹ്മൻ. അങ്ങനെയാണ്. ബ്രഹ്മനാണ് അതിൽ ഏറ്റവും സമർത്ഥൻ കേട്ടോ. അഥർവവേദത്തിന്റെ നമുക്ക് പലപ്പോഴും നമുക്ക് അഥർവവേദം എന്ന് പറയുമ്പോൾ ഒരു അത്രയ്ക്ക് ഒരു മതിപ്പില്ലാത്ത പോലെ തോന്നും. പക്ഷെ ബ്രഹ്മൻ, അഥർവവേദജ്ഞനായിട്ടുള്ള ബ്രഹ്മൻ എന്താണ്? ഈ എല്ലാം അറിയുന്ന ആളാണ്. ഏത് പുരോഹിതന്റെ ഭാഗത്ത് നിന്ന് ഏത് വീഴ്ച വന്നാലും അതിന് പരിഹാരം, അതിന് കോമ്പൻസേറ്ററി മെഷേഴ്സ് എടുക്കുന്നത് ബ്രഹ്മനാണ്. അപ്പോൾ ബ്രഹ്മൻ എത്ര സമർത്ഥനാണ്, എത്ര വിജ്ഞനാണ് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും ഉള്ളതിൽ ഈ ഋത്വിക്കുകൾക്ക് കൊടുക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും ദാനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിവിടെ നിൽക്കാം. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ പണത്തിനൊന്നും അല്ല വന്നത്, ഞങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങൾ അറിവിന് വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളോട് അറിവ് മാത്രം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം ഇൻട്രൊഡക്ഷൻ അദ്ദേഹം തീർത്തും ഇവരെ യജ്ഞം നടക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് ദാനം സ്വീകരിക്കാൻ, അല്ലെ, അധ്വരസ്യേവ ദക്ഷിണ എന്നാണ്. ദക്ഷിണ, അധ്വരത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ദക്ഷിണ. അതുകൊണ്ടാണ് ദിലീപ മഹാരാജാവിന് സുദക്ഷിണ എന്ന പത്നി ഉണ്ടായിരുന്നു എന്ന് രഘുവംശ മഹാകാവ്യത്തിൽ പറയുമ്പോൾ കാളിദാസൻ പറയുന്നത് അദ്ദേഹത്തിന് ദിലീപന് എങ്ങനെയായിരുന്നു സുദക്ഷിണ? അത് അധ്വരത്തിന് ദക്ഷിണ പോലെയായിരുന്നു എന്നാണ്. കാളിദാസന്റെ ആ ഉപമപ്രയോഗം ഒന്ന് പഠിക്കേണ്ട സംഗതി തന്നെയാണ്. ദക്ഷിണയിൽ, യജ്ഞത്തിൽ, യാഗത്തിൽ ദക്ഷിണയ്ക്കുള്ള പ്രാധാന്യം എത്രമാത്രമാണെന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ രാജാവ് ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഈ അശ്വപതി എന്തുകൊണ്ടാണ് ഇവർ 6 പേര് ഇങ്ങനെ വന്നപ്പോഴേക്കും ഇവരോട് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് അത് മനസ്സിലാക്കുള്ളൂ. ആണ് കാളിദാസൻ പറയുന്നത്, തസ്യ ദാക്ഷിണ്യരൂഢേന പത്നി മഗധവംശജ, പത്നി തസ്യ ദാക്ഷിണ്യരൂഢേന നാമ്നാ മഗധവംശജ പത്നി സുദക്ഷിണേത്യാസീത് അധ്വരസ്യേവ ദക്ഷിണ. അധ്വരത്തിന് ദക്ഷിണ എന്ന് പറയുന്നത്, ദക്ഷിണ എന്തുപോലെയാണ്? ഒരു രാജാവിന് അദ്ദേഹത്തിന്റെ മഹിഷി, പട്ടമഹിഷിയെ പോലെയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ദക്ഷിണ നൽകാമെന്ന് അശ്വപതി പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അദ്ദേഹം വെറുതെ അങ്ങോട്ട് ആളെ കണ്ടപ്പോഴേക്കും കണ്ടതിലേക്ക് എടുത്തു ചാടിയതല്ല. എത്രമാത്രം പ്രാധാന്യം
ദക്ഷിണയ്ക്കുണ്ട് എന്ന് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അദ്ദേഹം പറയുന്നു, അപ്പൊ അതുകൊണ്ട് പറയണേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത്? നമേ രാജ്യേ, എന്റെ രാജ്യേ നകോപി സ്തേനഹ, എന്റെ രാജ്യത്ത് സ്തേനന്മാരില്ല, കള്ളന്മാരില്ല, പിന്നെ ആരില്ല എന്റെ രാജ്യത്ത്? എന്റെ രാജ്യത്ത് വേറെ ദോഷപ്രവൃത്തികൾ ചെയ്യുന്നവര് ആരുമില്ല. ന സ്വൈരി കുതസ്വൈരിണി. ആ പറയുന്നതും വളരെ ഒരു സവിശേഷമായ രീതിയിലാണ് പറയുന്നത്. മമ രാജ്യേ തസ്കരാഹ സ്തേനാഹ ന മദ്യപാഹ ന അയജന്തഹ ന സ്വൈരി സ്വൈരിണി കുതഹ. പറച്ചിലൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്റെ രാജ്യത്ത് സ്വൈരികളുമില്ല സ്വൈരിണികളുമില്ല എന്നല്ല പറഞ്ഞത്, സ്വൈരിണി കുതഹ എന്നാണ്. വലിയൊരു ഒരു സവിശേഷത അതിനകത്തുണ്ട്. എൻ്റെ രാജ്യത്ത് സ്വൈരികളില്ല, അതായത് ധർമ്മമാർഗം വെടിഞ്ഞു നടക്കുന്ന ആളുകൾ ഇല്ല. അഥവാ വെടിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യഭിചാരം ചെയ്യുന്നവര്, വ്യഭിചാരികൾ എൻ്റെ രാജ്യത്തില്ല. പിന്നെ വ്യഭിചാരിണികൾ എങ്ങനെ ഉണ്ടാകും? ചോദ്യത്തിന്റെ പ്രത്യേകതയില്ലേ? വ്യഭിചാരികൾ ഉള്ളത് കൊണ്ടാണ് വ്യഭിചാരിണികൾ ഉള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വ്യഭിചാരിണികളെ പറ്റിയിട്ട് ആരെങ്കിലും എന്താണ് പറയുക, വ്യാകുലചിത്തരായി നടക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വലിയ താക്കീതാണ്, വ്യഭിചാരി ഉള്ളത് കൊണ്ടാണ് വ്യഭിചാരിണി ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്. ന സ്വൈരി സ്വൈരിണി കുതഹ എന്നാണ് പറഞ്ഞത്. മറ്റുള്ളതൊക്കെ ന എന്നാണ് പറഞ്ഞത്. സ്വൈരികളില്ലെങ്കിൽ സ്വൈരിണികളില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെ? രാജ്യത്ത് കള്ളവാറ്റ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളവാറ്റുകാരനെ എന്ത് ചെയ്യും? ക്രൂശിക്കാൻ പോകും. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുള്ളത് കൊണ്ടാണ് ഇയാളുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഉപഭോക്താവിനെ ആധാരമാക്കി തന്നെയാണ് മറ്റുള്ള പലതും ഉള്ളത് എന്നുള്ള വസ്തുത ഇതിനകത്തും അങ്ങനെ സൂചനയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാജ്യം, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദക്ഷിണ നൽകാം, ഒരു ഋത്വിക്കിന് നൽകുന്നത് പോലെയുള്ള ദക്ഷിണ നിങ്ങൾക്കും തരാം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇങ്ങനെ വന്ന ഞങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വന്നവരാണ് ഞങ്ങളോട് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ രാവിലെ ഉപനയിക്കാം, രാവിലെ നിങ്ങൾക്ക് ഉപദേശിക്കാം നിങ്ങളെ. അപ്പൊ അവര് രാവിലെ സമിത് കുശപാണികളായി രാജാവിനെ സമീപിച്ചു. സമിത്തും കുശവും കയ്യിലേന്തി. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മജിജ്ഞാസുക്കളായ ആളുകൾ, അതിന് അധികാരമുള്ള ആളുകൾ, ബ്രഹ്മവിദ്യക്ക് അധികാരം നൽകുന്ന ആളുകൾ, അധികാരമുള്ള ആളുകൾ, അധികാരി എന്ന് പറഞ്ഞാൽ അതിന് വലിയ എന്താണ് പറയാ, അത് തന്നെ ഒരു വലിയ യോഗ്യതയാണ്. അധികാരീത് വിധിവത അധീത അഖില വേദ വേദാംഗ അസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യനിഷിദ്ധ വർജന പരസരം നിത്യനൈമിത്തിക പ്രായശ്ചിത്തോപാസനാനുഷ്ഠാനേന നിർഗത നിഖില കന്മഷതയ നിതാന്ത നിർമ്മല സ്വാന്ത സാധന ചതുഷ്ടയ സമ്പന്ന പ്രമാദ അധികാരി. ഇങ്ങനെയുള്ള ആളാണ് അധികാരി. വെറുതെ അങ്ങോട്ട് പഠിച്ചേക്കാൻ, വെറുതെ ഇരിക്കുകയാണ്, എന്നാലും പോയി പഠിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആളുകൾ അധികാരികൾ ആകുന്നില്ല. അപ്പൊ വിധിവത് അധീത അഖില വേദാംഗന്മാരായിരിക്കണം. വേദാംഗങ്ങളെ വിധിയാവണ്ണം അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഈ ജന്മത്തിൽ പറ്റിയില്ല എന്ന് വരും. ജന്മാന്തരേവാ, ജന്മാന്തരത്തിൽ പഠിച്ചതിന്റെ സംസ്കാരം മനസ്സിലുണ്ടായാലും മതി എന്നർത്ഥം. കാരണം ജന്മാന്തരത്തിൽ പഠിച്ചാലും അതിന്റെ സംസ്കാരം ഉണ്ടാകുമല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിഖില കന്മഷതയാ നിതാന്ത നിർമ്മല സ്വാന്ത, കന്മഷങ്ങളെല്ലാം അകന്ന് നിതാന്തം അത്യന്തം സംശുദ്ധമായ അന്ധകരണത്തോടു കൂടിയ ആളുകൾ. സാധന ചതുഷ്ടയ സമ്പന്ന, സാധന ചതുഷ്ടയ സമ്പന്നൻ എന്താണ്? നിത്യാനിത്യ വസ്തു വിവേക, ഈഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ശമതമാതി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അധികാരികൾ ആവുകയുള്ളൂ. ഇതൊക്കെ നേരത്തെ നമ്പൂതിരി സാറ് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. അപ്പൊ അപ്രകാരമുള്ള ആളുകളായതുകൊണ്ട് അദ്ദേഹം, ഈ അശ്വപതി, അദ്ദേഹം ഉപനയനമൊന്നും ചെയ്യാതെ തന്നെ, അതായത് ഇവര് യോഗ്യതയുള്ള ആളുകളാണെന്നാണ് അതിന്റെ സൂചന. ഉപനയനം ചെയ്യാതെ തന്നെ അവർക്ക് ഉപദേശിച്ചു എന്നാണ്. അപ്പോ ഉപദേശം സ്വീകരിക്കുന്നതിന് യോഗ്യതയുള്ള ആളുകളായിട്ടാണ്, സർവഥാ യോഗ്യരായിട്ടാണ് അവർ വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ സൂചനയാണ് എന്ന് പറയുന്നത്. അനുപനീയ ഏവ ഏതത് ഉവാച, അനുപനീയ ഏവ ഏതത് ഉവാച, ഉപനയിക്കാതെ തന്നെ
ഇത് പറഞ്ഞു, ഈ വിദ്യ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? ആദ്യം അവർക്ക് എത്ര അറിയാം, എന്താണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് എന്ന് അവരുടെ ഒരു എക്സിസ്റ്റിംഗ് നോളജിനെ ടെസ്റ്റ് ചെയ്യാണ് ആദ്യം ഇദ്ദേഹം. അതാണ് ഈ 12ാമത്തെ ഖണ്ഡത്തിൽ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് എത്ര അറിയും എന്നറിയണമല്ലോ, എക്സിസ്റ്റിംഗ് നോളജ് അത് പരീക്ഷിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ അറിവ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇവിടെ ചോദിക്കുകയാണ്. കാരണം ഇത് ചോദ്യത്തിൽ തന്നെ വലിയൊരു തത്വം അന്തർനിഹിതമായിട്ടുണ്ട്. അതെന്താണ്? ഇതെല്ലാം, ഈ കാണായതെല്ലാം എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, അല്ലേ? നമ്മൾ പുരുഷ സൂക്തത്തിൽ പറയുന്നില്ലേ, എന്താണ്? പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി പാദഹ അസ്യ വിശ്വാഭൂതാനി. ഈ കാണുന്ന ഭൂതങ്ങളെല്ലാം ആ പരമപുരുഷന്റെ ഒരു പാദം മാത്രമാണ്. ത്രിപാദസ്യ അമൃതം ദിവി, അതിന്റെ മൂന്നിരട്ടി ഈ കാണുന്നുണ്ട്. അതായത് 3/4 ഭാഗവും ദിവി, ദിവത്തിൽ, എന്താണ്? നമുക്ക് അപ്രാപ്യമായി, നമ്മളാൽ അനനുഭൂതമായ അവസ്ഥയിൽ വർത്തിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം അതാണ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് രൂപത്തിലുള്ള ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത് എന്ന്. അപ്പൊ ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്ന ഒരു ഭാഗവും കൂടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതിലൂടെ പോകാൻ. ബൃഹദാരണ്യോപനിഷത്തിലെ അതിന്റെ ആരംഭത്തിൽ തന്നെ 1ാമത്തെ ഭാഗം തന്നെ പ്രാരംഭ ദശയിൽ തന്നെ പറയുന്നുണ്ട്, ഉഷാവാ അശ്വസ്യ മേധ്യസ്യ ശിരഃ. മേധ്യാശ്വത്തിന്റെ ശിരസ്സാണ് ഉഷസ്. സൂര്യശ്ചക്ഷുഃ വാദപ്രാണഃ. സൂര്യൻ അതിന്റെ ചക്ഷുസ്സാണ്, വാദം അതിന്റെ പ്രാണനാണ്. വ്യായത്തം അഗ്നിർവൈശ്വാനരഃ. ആ യജ്ഞാശ്വത്തിന്റെ വ്യായത്തം, അത് വായ് പിളർക്കുന്നത്, അതെന്താണെന്നാണ് പറയുന്നത്? അഗ്നിയാണ്. അതാണ് വൈശ്വാനര അഗ്നി എന്നാണ് പറയുന്നത്. അത് തീർന്നില്ല. ആ അശ്വത്തിന്റെ ഓരോ ഭാഗവും എന്തായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബലി കൊടുക്കുന്നത് എന്നവിടെ പറയുന്നത്, അശ്വമേധം നടത്തുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഉപഭോഗ്യങ്ങളായി എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ, നമുക്ക് ലഭിച്ചതിനെ എല്ലാം നാം എന്ത് ചെയ്യാണ്? നമുക്ക് നൽകിയിരിക്കുന്ന ആ ഈശ്വരനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അതാണ് അശ്വമേധത്തിന്റെ താത്പര്യം. അപ്പൊ ഇതിൽ എന്ത് പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ ഏത് ഉഷസ് നോക്കിയാലും ഉഷസ് ആ അശ്വത്തിന്റെ മുഖമാണ് എന്നാണ്. അതുപോലെ തന്നെ ആ സൂര്യൻ ആ അശ്വത്തിന്റെ ചക്ഷുസാണ്. അതുപോലെ ഓരോന്നിനെയും ഇങ്ങനെ പറയുന്നു. ഇതുപോലെ ഈ ഒരു ആശയം കൂടെ ഈ ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു മേധ്യാശ്വത്തിന്റെ ഓരോ അവയവവും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായിട്ടുള്ള ഓരോന്നിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അശ്വമേധം നടത്തുന്നതിന്റെ താല്പര്യം എന്താണ്? നമുക്ക് ലഭിച്ചത് എല്ലാം നാം എന്ത് ചെയ്യുന്നു? നാം ദേവന്മാർക്കായി അർപ്പിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. അപ്പൊ ഓരോന്നും എന്താണ്? അപ്പൊ ഈ അശ്വത്തെ എന്താ സങ്കല്പിക്കുന്നത്? അശ്വത്തെ പുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത്. നമ്മള് പറയുന്ന പുരുഷസൂക്തത്തിൽ പറയുന്ന എന്താണ്? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം പുരുഷയേ വേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യദന്നേനാതിരോഹതി എന്ന് പറയുന്ന ആ മന്ത്രത്തിന്റെ താത്പര്യം ഈ രാജാവ് ഓരോന്നും ചോദിക്കുമ്പോഴും അതിന് അവിടെ വന്നു ചേർന്ന ബ്രാഹ്മണർ മറുപടി പറയുമ്പോഴും ഇത് അതിൻ്റെ ഒരു അന്തശ്ചൈതന്യമായിട്ട്, അഥവാ അതിൻ്റെ ഒരു അർത്ഥതലമായി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഇത് രണ്ട് വേദത്തിന്റെ ഉപനിഷത്തുകളാണ്. ഇത് സാമവേദത്തിൻ്റെതാണ് ഛാന്തോഗ്യം, ബൃഹദാരണ്യകം യജുർവേദത്തിൻ്റെതാണ്. പക്ഷെ അത് തമ്മിൽ ഭേദമുണ്ടാകും, പക്ഷെ ആശയപരമായിട്ട് എന്താണ്? അതെല്ലാം ഒന്നിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ സാമവേദത്തിന്റെ ഈ ഉപനിഷത്തിലൂടെ നാം പോകുമ്പോൾ ആ യജുർവേദത്തിന്റെ ഉപനിഷത്തായിട്ടുള്ള ആ ബൃഹദാരണ്യകത്തിൽ
പറയുന്ന ആശയങ്ങളുടെ ഒരു ഛവി, ഒരു ശോഭ ലാഞ്ചന നമുക്കിവിടെ കാണാം എന്ന മുഖവരിയോടുകൂടി നമുക്ക് ഈ ഖണ്ഡത്തിലേക്ക് കടക്കാം. 12ാമത്തെ ഖണ്ഡത്തിലേക്ക് കടക്കാം. ഔപമന്യവ കം ത്വം ആത്മാനം ഉപാസേ. ഉപാസയിതി ഉപാസേ, ഉപാസ്തേ, ഉപാസാദേ, ഉപാസതേ, ഉപാസേ. മധ്യപുരുഷനായതുകൊണ്ട് ഉപാസേ. ഔപമന്യവ, ആദ്യമേ തന്നെ ഔപമന്യവൻ, അവിടെ നേതാവ് ഔപമന്യവനാണ്. അതുകൊണ്ട് ഉപമന്യുവിന്റെ പുത്രൻ ആയതുകൊണ്ടാണ് ഔപമന്യ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പ്രാചീനശാലഹ. പ്രാചീനശാലൻ. ആ പ്രാചീനശാലനെ രാജാവ് സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. എന്താണ്? ഔപമന്യവ, അല്ലയോ ഉപമന്യുപുത്രനായിട്ടുള്ള പ്രാചീനശാല, കം ത്വം ആത്മാനം ഉപാസേ. അങ്ങൊരു ബ്രാഹ്മണനാണല്ലോ. ആരെയാണ് അങ്ങ് ഇതുവരെയും അങ്ങ് ഉപാസിച്ചിട്ടുണ്ട്? അപ്പോ ഇതുവരെ ആരെയാണ് അങ്ങ് ഈ ബ്രഹ്മമായിട്ട്, ആത്മാവായിട്ട് ഉപാസിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഔപമന്യവ, ഹേ ഔപമന്യവ ത്വം കം ആത്മാനം ഉപാസേ. ആരെയാണ് അങ്ങ്? ഇതൊന്നും അറിഞ്ഞൂടെ, ഇപ്പൊ എന്നോട് ചോദിക്കാനാണല്ലോ വന്നത്. ഈ വൈശ്വാനരാജ്ഞിയെ കുറിച്ച്, വൈശ്വാനര ജ്ഞാനം എന്നിൽ നിന്ന് നേടാനടങ്ങും. ഇതുവരെ അങ്ങയുടെ അനുഷ്ഠാനങ്ങളൊക്കെയുള്ള ബ്രാഹ്മണനാണല്ലോ അങ്ങ്. ഇതുവരെ അപ്പൊ അങ്ങ് എന്താണ് ചെയ്തിട്ടുള്ളത്? ഔപമന്യവ കം ത്വം ആത്മാനം ഉപാസേ ഇതി. ദിവമേവ ഭഗവഃ, ദിവം സ്വർഗം, ദിവമേവ ഭഗവഃ അഹം ആത്മാനം, എന്താണ്? അഹം ഉപാസനാം കരോമി. അഹം തമേവ ഉപാസനാം കരോമി. ഉപാസനാരൂപേണ ഉപാസന തത്കൃതേ ഏവ മയാ ക്രിയതേ എന്ന് പറയാണ്. ദിവമേവ ഭഗവഃ, ഭഗവഃ എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നതാണ്. അല്ലയോ ഭഗവാനെ, രാജാവേ, ദിവത്തെയാണ് ഞാൻ ഉപാസിച്ചിട്ടുള്ളത് ഇതുവരെ. രാജൻ, ഭഗവഃ, രാജൻ, രണ്ട് സംബോധനയാണ്. ദിവമേവ ഭഗവഃ രാജൻ, ഭഗവാനായ രാജാവേ, ദിവത്തെയാണ് എന്ന് ഇതിഹ ഉവാച എന്ന് പറഞ്ഞു. അപ്പൊ ദിവമാണ് എന്ന് പറഞ്ഞപ്പോ ഏഷഹ, ഇത്, ഈ ദിവത്തെ അങ്ങ് ഉപാസിച്ചുവെങ്കിൽ ആ ഉപാസനയൊന്നും വെറുതെ ഒന്നുമല്ല. അപ്പോ ഉപാസിച്ചാലും, കാരണം എന്താണ്? സർവം ഖല്ലിദം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്തിനുപാസിച്ചാലും അതിലെന്തുണ്ട്? ബ്രഹ്മമുണ്ട്. ഏത് ഉപാസനയും ബ്രഹ്മത്തെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പൊ ഏഷ സുതേജാഹ ആത്മാ, അത് സുതേജസ്സായ ആത്മാവ് തന്നെയാണ്, നല്ല തേജസ്സോടുകൂടിയ ആത്മാവ് തന്നെയാണ്. ആത്മപ്രകാശം, ശോഭ, അത് തന്നെയാണ് അതിൽ വർത്തിക്കുന്നത്. ആത്മാ വൈശ്വാനരഹ, അത് വൈശ്വാനരൻ തന്നെ. വൈശ്വാനര വിദ്യ ആണല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങ് ഉപാസിച്ചിരുന്നത് വേറെ ആരെയുമല്ല, അങ്ങ് ഉപാസിച്ചിരുന്നത് വൈശ്വാനരനെ തന്നെ. അതിൽ തർക്കമൊന്നും ഇല്ല. എന്താണ്? അങ്ങ് വഴി തെറ്റിപ്പോയിട്ടൊന്നും ഇല്ല, ശരിയായ വഴിയിൽ തന്നെയാണ്. പക്ഷെ അതിനെ പൂർണ്ണരൂപത്തിൽ അങ്ങ് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്പഷ്ടീകരിക്കാൻ പോവാണ് ഇനി. യം ത്വം ആത്മന ഉപാസേ തസ്മാത് തവ സൂതം പ്രസൂതം ആസൂതം കുലേ ദൃശ്യതേ. അതുകൊണ്ട് അങ്ങയുടെ കുലത്തിൽ സൂതവും പ്രസൂതവും ആസൂതവും ഉണ്ട്. അപ്പോ ഞാൻ അതുവരെ അദ്ദേഹം ഉപാസിച്ചിരുന്നത്, ആ പ്രാചീനശാലൻ ഉപാസിച്ചിരുന്നത് ശരിയായിട്ടുള്ള വൈശ്വാനരനെ അല്ലെങ്കിൽ, വൈശ്വാനരഹ എന്ന് പറയുന്ന അർത്ഥം വിശ്വ നരേഷു സാധു, എല്ലാ നരന്മാരിലും സാധുവായി വർത്തിക്കുന്നതിനെയാണ് വൈശ്വാനരഹ എന്ന് പറയാം. അത് അഗ്നിയുടെയും പര്യായമാണ്. അഗ്നി ഊർജമാണല്ലോ. ഊർജമില്ലെങ്കിൽ എന്തില്ല? ഒന്നിനും ചൈതന്യം ഉണ്ടാവില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ നരന്മാരിലും സാധുവായിട്ടുള്ളത് ആ ചൈതന്യത്തെ തന്നെയാണ് അങ്ങ് ഉപാസിച്ചത്. പക്ഷേ അത് അതിന്റെ പൂർണ്ണരൂപത്തിലായിട്ടില്ല, അത് അങ്ങ് മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇത് ചോദിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറയാണ്.
അപ്പൊ സുതേജാഹ ആത്മാ വൈശ്വാനരഹ യം ത്വം ആത്മനാ ഉപാസേ. യാതൊന്നിനെയാണോ അങ്ങ് ആത്മരൂപത്തിൽ ഉപാസിക്കുന്നത് അത് വൈശ്വാനരനായ ആത്മാവ് തന്നെ. തന്മാത്രാത് തവ സുതം സൂതം പ്രസൂതം ആസൂതം കുലേ ദൃശ്യതേ. ഈ ഉപാസന കൊണ്ട്, ഈ ദിവത്തെ ഉപാസിച്ചത് കൊണ്ട് തന്നെ അങ്ങയുടെ കുലത്തിൽ സൂതവും പ്രസൂതവും ആസൂതവും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങയുടെ ഉപാസന തെറ്റിപ്പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സുതം എന്ന് പറഞ്ഞാൽ സവനമാണ്, സവനകർമ്മം. സവനകർമ്മത്തിൽ എന്താണ് ചെയ്യുന്നത്? സവനത്തിലെ എന്താണ് സാന്ധ്യം, സന്ധ്യാസമയത്ത് സവനം ചെയ്യുക, സോമരതിയെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക സോമത്തെ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ആ 3 സവനങ്ങളെയാണ് ഇതിൽ പറയുന്നത്. എന്താണ്? സൂതം, പ്രസൂതം, ആസൂതം എന്ന് പറഞ്ഞത്. അപ്പൊ സവനം ചെയ്യെടുക്കുക. സവനം ചെയ്യാന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക. ആസവം എന്ന് കേട്ടില്ലേ? ആസവം. എന്താ ആസവം? ആസവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഔഷധമായിട്ട് നാനാ ഔഷധികൾ ചേർത്ത് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക. സവനം, ഈ സവനം സോമം പിഴിയലല്ലേ, അതിന് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ആസവം എന്ന് പറയുന്നത്. അത് കേടുവരാത്ത വിധത്തിൽ കൂടുതൽ കാലം എടുത്തു വെക്കത്തക്ക വിധത്തിൽ വാറ്റിയെടുക്കുമ്പോൾ അതിനെന്ത് പറയും? അരിഷ്ടം എന്ന് പറയും. നരിഷ്യതേ, അതെന്താവില്ല, കേടുവരില്ല പെട്ടെന്ന്. ആ വിധത്തിൽ അതിനെ വാറ്റിയെടുക്കുമ്പോൾ അരിഷ്ടവും, അതല്ലാതെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആസവവും ആണ്. അപ്പൊ ആസവം പോലെയാണ് ഇവിടെ ഏത് വാക്ക് വന്നത്? സൂതം, സവനം ചെയ്തെടുത്ത് പിഴിഞ്ഞെടുത്തത്. അപ്പോ സൂതമായിട്ടും പ്രസൂതമായിട്ടും ആസൂതമായിട്ടും 3 പ്രകാരത്തിലുള്ള സവന കർമ്മങ്ങൾ, അതായത് കൃത്യമായി അനുഷ്ഠാന വിധികളെല്ലാം അങ്ങ് അനുഷ്ഠിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം അങ്ങയുടെ കുലത്തിൽ ഉണ്ടാകുന്നതും അങ്ങേക്ക് മറ്റു വിധത്തിലുള്ളതായ ഐശ്വര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളതും ഇത് ഈ ബ്രഹ്മം തന്നെ ആയതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ബ്രഹ്മത്തിന്റെ ആ സ്വരൂപം പൂർണ്ണമായും, ആ സ്വരൂപം സാക്ഷാത്കരിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും അതിനെ നാം ഉപാസിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രയോജനം നമുക്ക് നഷ്ടമാകുന്നില്ല. എന്തുകൊണ്ടാണ്? പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യതന്നേനാധിരോഹതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആ പുരുഷനാണ്. അപ്പൊ നീ ഏതായിട്ട് കണ്ടു അല്ലെ? ഇപ്പൊ ആനയെ കാണാൻ പോയ ആള് ആനയുടെ കാല് തൊട്ട് നോക്കിയാലും അത് ആന തന്നെയാണ്. ആനയുടെ ചെവി പിടിച്ചു നോക്കിയാലും അത് ആന തന്നെയാണ്. പൂർണ്ണമായ രൂപമല്ലെന്നേ ഉള്ളൂ. അതുപോലെ അങ്ങ് ഇവിടെ ഏത് രൂപത്തിൽ കണ്ടു? ഞാൻ ദിവമായിട്ട് കണ്ടു. അസ്തു, അതും അത് തന്നെ. പക്ഷെ പൂർണ്ണമായിട്ടില്ല രാജാവേ, പൂർണ്ണമായിട്ടില്ല മഹാനുഭാവ എന്ന് പറഞ്ഞു കൊടുക്കാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അപ്പൊ എന്താണ് പറഞ്ഞ? എന്താണ്? ഉപാസേ തസ്മാത് തവ സൂതം പ്രസൂതം ആസൂതം കുലേ ദൃശ്യതേ. അതുകൊണ്ട് അങ്ങയുടെ കുലത്തിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ കാണപ്പെടുന്നുണ്ട്. സൂതവും പ്രസൂതവും ആസൂതവും എല്ലാം കാണുന്നുണ്ട്. വേണ്ട സമയത്ത് തന്നെ നിങ്ങൾ സവനകർമ്മങ്ങളാൽ നടക്കുന്നുണ്ട്. അതിനുള്ള ഈശ്വരാനുഗ്രഹം അഥവാ അതിനുള്ളതായ പ്രാപ്തി നിങ്ങൾക്ക് ഈ ദിവത്തിന്റെ ഉപാസനയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോ തീർത്തും നിങ്ങൾ ആരല്ല? തീർത്തും നിങ്ങൾ തെറ്റായ വഴിയിൽ പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അപ്പോ അങ്ങനെയാണല്ലോ, ആദ്യം ഒന്ന് ആശ്വസിപ്പിച്ച് എങ്കിലും ഒരല്പം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. അല്ലാതെ ഹൈ പൊട്ടൻ ഇതാണോ കാണുന്നത് എന്ന അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ? ശരിക്ക് പ്രോത്സാഹകമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആരും അപ്രകാരം പറയില്ല എന്നർത്ഥം. അസ്തു, അപ്പൊ അത് ആയല്ലോ അല്ലെ? അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് അങ്ങയുടെ വീട്ടിൽ ഈ സവനകർമ്മങ്ങൾ ശരിയായി നടക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങേക്ക് ജീവിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങളും സന്തോഷവും എല്ലാം അതുകൊണ്ട് ഉണ്ടാകുന്നതുമുണ്ട്. എങ്കിലും അത് പൂർണ്ണമല്ല എന്ന് നമ്മൾ പിന്നീട് കാണും. അവിടേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. കാരണം എന്താണ്? ഇതിന്റെ എന്താണ്? ഓം പൂർണ്ണമതഃ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. അപ്പൊ എന്താണ്? ഓരോന്നും പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായതിനെ നാം എടുത്തു മാറ്റിയാലും
അതിന്റെ പൂർണ്ണത നഷ്ടപ്പെടില്ല. പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായിട്ട് ഉപാസിക്കുന്നു? അപ്പൊ അവിടെയാണ് ഭഗവത്ഗീത പറയുന്ന പോലെ ന ബുദ്ധിഭേദം ജനയേത്. ബുദ്ധിഭേദം ജനിപ്പിക്കാൻ പാടില്ല. ആർക്ക്? അസംഖ്യകളായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ബുദ്ധിഭേദം ജനിപ്പിക്കരുത്. അബദ്ധായി പോയി എന്ന് പറയണ ഒരു സമ്പ്രദായം പാടില്ല. വളരെ ശ്രദ്ധിച്ച അദ്ദേഹം പറയുന്നു, അത് തന്നെ ശരി. അതുകൊണ്ട് അങ്ങയുടെ കുലത്തിൽ സമനകർമ്മങ്ങളെല്ലാം നടക്കുന്നു, തീർന്നില്ല. അത്സി അന്നം, അത്സി അത്തി അത്തഹ അദന്തി, അത്സി ത്വം അത്സി കിം അത്സി ത്വം അന്നമത്സി. അങ്ങ് അന്നം കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതായത് അങ്ങേക്ക് അതുകൊണ്ട് എന്താണ് ജീവിതമാർഗമുണ്ടല്ലോ, അങ്ങേക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, തീർന്നില്ല. അത്സി അന്നം പശ്യസി പ്രിയം, പ്രിയമായ കാര്യങ്ങളൊക്കെ അങ്ങ് കാണുന്നുണ്ടല്ലോ. പ്രിയമായ അപ്പൊ ഭക്ഷിക്കാൻ കിട്ടുന്നുണ്ട്, പ്രിയമായ കാര്യങ്ങൾ കാണാൻ കിട്ടുന്നുണ്ട്, അതായത് എൻജോയ്മെന്റ്സ് ഇൻ യുവർ ലൈഫ് അതുണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ്? അത്സി അന്നം പശ്യസി പ്രിയം, അങ്ങ് അന്നം അശിക്കുന്നു, പ്രിയമായത് കാണുന്നു. അങ്ങ് മാത്രമല്ല, പ്രിയം അത്തി, അത്സി പ്രിയം, നീ പ്രിയം അനുഭവിക്കുന്നു. അത്തി, അത്തി എന്ന് പറയുമ്പോൾ അത് പ്രഥമ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളും എന്നർത്ഥം അല്ലേ? മറ്റുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട്? നീ മാത്രമല്ല മറ്റുള്ളവരും. പ്രിയം അത്തി, പ്രിയത്തെ അശിക്കുന്നു, അനുഭവിക്കുന്നു എന്നർത്ഥം, അഥവാ തിന്നുന്നു. അന്നം അല്ല, പശ്യസി പ്രിയം അത്തി അന്നം, അന്നത്തെ അത്തി, അന്നം തിന്നുന്നു. പശ്യതി പ്രിയം, പ്രിയത്തെ അവരും കാണുന്നു. അപ്പൊ നീയും മറ്റുള്ളവരും. അതാണ് പശ്യസി എന്നും പശ്യതി എന്നും പറയുന്നത്. അതാണ് പശ്യസി, നീ ത്വം പശ്യസി, പശ്യതി അപരഹ പശ്യതി, മറ്റുള്ളവർ കാണുന്നു. പിന്നെന്താണ്? പ്രിയം ഭവതി, നിനക്ക് പ്രിയമുണ്ടാകുന്നു. അസ്യ ബ്രഹ്മവർച്ചസം കുലേ, ഇങ്ങനെ ചെയ്യുന്ന ആളുടെ കുലത്തിൽ ബ്രഹ്മവർച്ചസം ഉണ്ടാകും. ബ്രഹ്മവർച്ചസം, ബ്രഹ്മതേജസ്. എന്താണ് ബ്രഹ്മതേജസ് എന്ന് പറയുന്നത്? വ്രത അധ്യയന സമ്പത്തിരിക്ഷ്യസേ ഇക്ഷ്യതേ ബ്രഹ്മവർച്ചസം. വ്രത അധ്യയന സമ്പത്തിരിക്ഷ്യതേ ബ്രഹ്മവർച്ചസം. വ്രത അധ്യയന സമ്പത്തി, വ്രത അധ്യയന സമ്പത്തിരിക്ഷ്യതേ, വ്രത അധ്യയന സമ്പത്തിരിക്ഷ്യതേ ബ്രഹ്മവർച്ചസം. വ്രതം കൊണ്ടും അധ്യയനം കൊണ്ടും ഉണ്ടാകുന്നതായ തേജസ്, അതാണ് എന്ത്? ബ്രഹ്മവർച്ചസം, ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നു, പ്രിയമായ കാര്യങ്ങൾ കാണുന്നു, പിന്നെന്താണ്? നിങ്ങളുടെ കുലത്തിൽ സമനകർമ്മങ്ങൾ നടക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളും ബ്രഹ്മവർച്ചസം, ബ്രഹ്മ തേജസ്സോട് കൂടിയായിത്തീരുന്നു. തദർത്ഥം നിങ്ങൾക്ക് വ്രതവും പിന്നെന്താണ് സ്വാധ്യായവും എല്ലാം അഭംഗുരമായി നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉപാസിക്കുന്ന ബ്രഹ്മം എന്തല്ല? അത് മിഥ്യയൊന്നുമല്ല, അത് സത്യം തന്നെയാണ്. എങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രമാണ് അവിടെ സ്പഷ്ടമാക്കുന്നത്. അത്സി അന്നം പശ്യസി പ്രിയം, അത്തി അന്നം പശ്യതി പ്രിയം, ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ. കുലേ യസ്മിൻ യസ്മിൻ കുലേ, ഏതൊക്കെ കുലത്തിൽ, കുലേ യസ്മിൻ കുലേ, ഏതൊരു കുലത്തിലാണോ, യഹ ഏതൊരാളാണോ, ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ, ഏതം വൈശ്വാനരം ആത്മാനം, ഏഷഹ വൈശ്വാനരഹ ആത്മാ. എല്ലാവരുടെയും ദ്വിതീയയിലേക്ക് എടുത്തപ്പോ ഏതം വൈശ്വാനരം ആത്മാനം, ഈ വൈശ്വാനരാത്മാവിനെ അങ്ങ് ഉപാസിക്കുന്നത് പോലെ ദിവമായി യഹ ഉപാസ്തേ, ഏതൊരാൾ ഉപാസിക്കുന്നു, അന്നല്ല ഇനി മറ്റാരെങ്കിലും ഉപാസിക്കുന്നുണ്ടെങ്കിൽ യഹ യഹ ഏവം ഉപാസ്തേ, ആരൊക്കെ ഇങ്ങനെ ഉപാസിക്കുന്നു എങ്കിൽ എന്തുണ്ടാകും? അത് അവർക്കും ഇതുപോലെ ഐശ്വര്യമുണ്ടാകും, അവർക്കും ഇതുപോലെ ഭോജ്യപേയാദികൾ ഉണ്ടാകും, പ്രിയദർശനം ഉണ്ടാകും, അവർക്കും ബ്രഹ്മവർച്ചസവും ഉണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം, ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ, അസ്യ കുലേ ബ്രഹ്മവർച്ചസം ഭവതി. ആരുടെ കുലത്തിലാണ്? യഹ ഏവം ഉപാസ്തേ തസ്യ കുലേ, ഇങ്ങനെ ആരുപാസിക്കുന്നു അവരുടെ കുലത്തിൽ ഇതൊക്കെ
ഉണ്ടാകും എന്നർത്ഥം. എന്നാൽ ഇത് പൂർണ്ണമല്ല. ഇതിന്റെ എന്താണിത്? മൂർധാതു ഏഷ ആത്മനഃ ഏഷഃ തസ്യ ആത്മനഃ പരബ്രഹ്മണഃ മൂർധാ ഏവ ഭവതി ഉത്തമാംഗ ഏവ ഭവതി. ഉത്തമാംഗമാണ്. ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിരഹ, ശീർഷഹ. ഇത് അങ്ങ് പറഞ്ഞ ഈ ദിവം എന്ന് പറയുന്നത് ആ പുരുഷന്റെ അഥവാ ആ പരമാത്മാവിന്റെ മൂർധാവ് മാത്രമേ ആകുന്നുള്ളൂ. അതിനുപാസിക്കുന്നതുകൊണ്ടും പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നതു വ്യർത്ഥം ഏവ ഭവതി ഉപാസന വ്യർത്ഥാ ഭവതി ഇത് അസ്യ താത്പര്യം. മൂർധാത്തെ ഇനി എന്താണ്? വൈശ്വാനരം ഉപാസ്തേ മൂർധാതു ഏഷ ആത്മനഃ ഇതിഹ ഉവാച. ഇതിഹ ഉവാച എന്നും പറഞ്ഞു കൊടുത്തു. തന്നെയുമല്ല, ഇപ്പൊ അങ്ങേക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. അങ്ങ് ദിവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അത് ഈ ഉപാസ്യമായ ബ്രഹ്മത്തിന്റെ ശിരസ് മാത്രമാണ് എന്നറിയാതെയാണ് അങ്ങ് ഉപാസിക്കുന്നത്. ഈ ഉപാസനയിൽ തന്നെ അങ്ങ് ഇങ്ങനെ തുടർന്നു പോയാൽ അങ്ങ് ഉപാസിക്കുന്ന ഉപാസന ഇതിന്റെ മൂർധാവ് മാത്രമാണ് എന്നറിയാത്തത് കൊണ്ട് അങ്ങയുടെ മൂർധാവിന് പോലും ദോഷം സംഭവിക്കുമായിരുന്നു. അങ്ങയുടെ മൂർധാവ് നിബന്ധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങയുടെ എന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്നതായ ശ്രേയോഹാനി അങ്ങേക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അങ്ങ് മാറി. എന്താണെങ്കിലും അങ്ങ് ഇതുവരെ അനുവർത്തിച്ചു വന്ന ആ മാർഗത്തിൽ നിന്ന് മാറി സത്യത്തെ ഗ്രഹിച്ച് പൂർണ്ണത പ്രാപിക്കുവാൻ അങ്ങേക്ക് തോന്നിയല്ലോ എന്നുള്ള നിലയ്ക്കുള്ള അഭിനന്ദനമാണ് അവിടെ നടക്കുന്നത്. ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങ് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാതെ അങ്ങക്ക് നാശം സംഭവിക്കുമായിരുന്നു. അതാണ് പറയുന്നത്. അപ്പൊ പറയുമ്പോ കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെയാണ്. ഇവിടെ വന്നില്ല വെച്ചാൽ അങ്ങയുടെ ശിരസ് തകർന്നു പോയേനെ എന്നൊക്കെയാണ് പറയുന്നത്. കേട്ടാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത്? അങ്ങ് മൂർധാത്തെ വ്യപതിഷ്യത് യദി ന ആഗമിഷ്യത് തർഹി തേ മൂർധ വ്യപതിഷ്യത്. കണ്ടോ, രണ്ട് ഋങ്ങിലാണ്. ഋങ് ഏത് കാലത്തെ കാണിക്കുന്നതാണ്? ഹേതുമത് കാലത്തെ കാണിക്കുന്നതാണ്. കണ്ടീഷനിലാണ്. അങ്ങ് ഇനിയും ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങ് ഉപാസിക്കുന്ന ഈ ദിവം ആ ബ്രഹ്മത്തിന്റെ മൂർധാവാണ് എന്ന് അറിയാത്തത് കൊണ്ട് തേ മൂർധ അപതിഷ്യത്, അങ്ങയുടെ മൂർധാവ് പതിച്ചു പോയേനെ എന്നർത്ഥം. അതുപോലെ അങ്ങയുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായേനെ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അല്ലാതെ അതിനകത്തൊരു ഭീകരമായിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല. മൂർധാത്തെ വ്യപതിഷ്യത് എങ്ങനെയാണെങ്കിൽ യൻ മാം ന ആഗമിഷ്യ ഇതി. യൻ മാം, ചില പുസ്തകങ്ങളിൽ യത് മാം എന്ന് എഴുതിയിട്ടുണ്ടാവും. യത് മാം എന്നല്ല, സന്ധി അവിടെ സംഹിത വരുമ്പോ യത് മാം എന്നല്ല എന്തായിട്ട് മാറും? യൻ മാം എന്നാവും. ഇപ്പൊ ചില ബുക്കുകളിൽ പ്രിന്റ് ചെയ്തപ്പോ അവര് പദം പിരിച്ച് എഴുതിയിട്ടുണ്ട്. അത് വേണ്ട, യൻ മാം. പക്ഷെ സന്ധിച്ചത് എങ്ങനെയാണ്? യത് മാം. എങ്ങനെയെങ്കിൽ എന്നാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിൽ എന്ന് ചോദിച്ചാൽ യത് മാം ന ആഗമിഷ്യേ ഇതി. ന ആഗമിഷ്യ, ആഗമിഷ്യത്, ആഗമിഷ്യതാം, ആഗമിഷ്യൻ, ആഗമിഷ്യ, ആഗമിഷ്യ ഇതി, ആഗമിഷ്യ ഇതി. അങ്ങ് എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ എന്തായിരുന്നു? അങ്ങയുടെ ശിരസ് ഭഗ്നമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്സി അന്നം പശ്യസി പ്രിയം, അത്തി അന്നം പശ്യതി പ്രിയം, ഭവതി അസ്യ ബ്രഹ്മവർച്ചസം, കുലേയ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ, മൂർധാതു ഏഷ ആത്മനഃ ഇതി ഹോവാച, മൂർധാത്തെ വ്യപതിഷ്യത് യന്മാം ന ആഗമിഷ്യഃ ഇതി എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടായത്? ഇനി 13ാമത്തെ ഘട്ടം, 12ാമത്തെ ഘട്ടം അവിടെ തീരാണ്. 13ാം ഘട്ടം. അപ്പൊ അടുത്ത ഘട്ടത്തിൽ അടുത്ത ആളോട് ചോദിക്കുകയാണ്. അടുത്ത ആളോട് ചോദ്യം ചോദിക്കുകയാണ്. ആരാണ് അടുത്ത ആളാരാണ്? സത്യയജ്ഞൻ. ആ സത്യയജ്ഞനോട് ചോദിക്കുകയാണ്. അധഹോവാച സത്യയജ്ഞം പൗലുഷീം, പുരുഷപുത്രൻ അല്ലെ. അപ്പോ പുത്രനായ അദ്ദേഹത്തോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? സത്യയജ്ഞനോട് ചോദിച്ചു. അധഹ ഉവാച, ഹ ഉവാച, ഹോവാച സത്യയജ്ഞം പൗലുഷീം പ്രാചീനയോഗ്യ
കഹ ത്വം ആത്മാനം ഉപാസ ഇതി. ഉപാസ ഇതി ഉപാസേ ഇതി. എന്താണ് ചോദിച്ചത്? പൗലുഷീം, പൗലുഷിയോട് ചോദിച്ചു. പുരുഷപുത്രനല്ലേ, പുരുഷന്റെ മകൻ പൗലുഷ. പൗലുഷിയോട് ചോദിച്ചു, അല്ലയോ പൗലുഷിയായിരിക്കുന്ന സത്യയജ്ഞ, സത്യയജ്ഞൻ എന്ന പേര്, അങ്ങ് എന്താണ് ചോദ്യം? ഇതേ ചോദ്യം തന്നെയാണ്. പ്രാചീന യോഗ്യ, നീ പ്രാചീന യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഗ്ദേശത്ത് എന്നുള്ള ആളാണ്. കഹത്വം ആത്മാനം ഉപാസേ, കസ്ത്വം ആത്മാനം ഉപാസേ, നീ ഇനി ആരെയാണ് ഉപാസിക്കുന്നത്? അല്ലെ? അപ്പോ അവിടെ നേരത്തെ തന്നെ പ്രാചീനശാലൻ പറഞ്ഞു ദിവം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സത്യയജ്ഞനോട് ചോദിക്കുകയാണ്, ഇനി നീ ആരെയാണ് സത്യയജ്ഞ ഉപാസിക്കുന്നത് ചോദിക്കാം. സത്യയജ്ഞം പൗലുഷീം പ്രാചീന യോഗ്യ കസ്ത്വം ആത്മാനം ഉപാസേ ഇതി. അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത്? ആദിത്യമേവ ഭഗവഹ, ആദിത്യമേവ, ഞാൻ ആദിത്യനെയാണ് ഉപാസിക്കുന്നത്. അപ്പോ 5 പേര് വന്നത്, 5 അല്ല 6 പേര്, അവര് വേറെ വേറെയാണ് ഉപാസിക്കുന്നത്. എല്ലാവരും ഉപാസന നടത്തുന്നുണ്ട്, എല്ലാവരും അനുഷ്ഠാനങ്ങളോട് കൂടിയ ബ്രാഹ്മണരാണ്, അവരെല്ലാവരും ഉപാസിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും ഉപാസന വേറെ വേറെ രൂപത്തിൽ കണ്ടിട്ടാണ്. എന്നാൽ അതൊന്നും വ്യർത്ഥവുമല്ല, അവർക്കൊക്കെ അതിൻ്റെതായ ശ്രേയസ്സുണ്ട്, ബ്രഹ്മവർച്ചസവുമുണ്ട്. അപ്പൊ അത് വ്യർത്ഥമാകണ്ടേ? വേണ്ട. അതാണ് പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ഛഭവ്യം, ഇതെല്ലാം ആ പുരുഷൻ തന്നെയാണ് എന്ന ആ ഋഗ്വേദ മന്ത്രത്തിന്റെ ഒരു സാരം, അന്തസാരം ഇവിടെ ഇതിലെല്ലാറ്റിനും ജീവാനുഭൂതമായിട്ട്, ഇതിന്റെ ഒരു ജീവനൌഷധമായിട്ട് ഈ പറയുന്ന മന്ത്രങ്ങളിലെല്ലാം ഔചിത്യത്തെ നിറയ്ക്കുന്ന ഒന്നായി വർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. അപ്പൊ അധഹോവാച സത്യയജ്ഞം പൗലുഷീം പ്രാചീന യോഗ്യ, നീ പ്രാചീന യോഗ്യനാണ്. കസ്ത്വം ആത്മാനം ഉപാസേ, നീ ആരെയാണ് ഉപാസിക്കുന്നത്? ഇതി ആദിത്യമേവ ഭഗവഹ രാജൻ, അല്ലയോ ഭഗവാനെ, രാജാവേ, ആദിത്യമേവ അഹം, അല്ലെ, തത്സേവോപാസനമഹം കരോമി എന്നർത്ഥം. അപ്പോ അഹം ഉപാസേ, അതിനെ ഞാൻ ഉപാസനം ചെയ്യുന്നു. ഇതിഹോവാച എന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ വൈ വിശ്വരൂപ ആത്മാ വൈശ്വാനര, അത് തന്നെയാണ് അങ്ങ് ചെയ്യുന്ന, ഉപാസന ചെയ്യുന്ന ആ ഉപാസനാമൂർത്തി തന്നെയാണ്, ശരി തന്നെയാണ്. ഏഷ വൈ, ഇത് തന്നെയാണ്, വിശ്വരൂപ ആത്മാ, വിശ്വരൂപമായിട്ടുള്ള ആ ആത്മാവ് അത് തന്നെയാണ്, അല്ലേ? ആത്മാവല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞല്ലോ. അപ്പോ വിശ്വരൂപമായ ആത്മാവ് തന്നെയാണ് ഈ ആദിത്യനും. ആ നേരത്തെ പറഞ്ഞ ആര് മാത്രമല്ല, നേരത്തെ പറഞ്ഞ സോമനല്ല, ദിവം മാത്രമല്ല, ആദിത്യനും അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ആദിത്യമേവ ഭഗവഹ രാജൻ ഇതി ഹോവാച ഏഷ വൈ വിശ്വരൂപ ആത്മാ വൈശ്വാനരഃ യം ത്വം ആത്മാനമുപാസേ, യം ത്വം ആത്മാനം ഉപാസേ സഹ വിശ്വരൂപ വൈശ്വാനരഃ യം, അത് വൈശ്വാനരൻ തന്നെയാണ്. തസ്മാത് തവ ബഹുവിശ്വരൂപം കുലേ ദൃശ്യതേ, തസ്മാത് തവ കുലേ, അതുകൊണ്ട് നിന്റെ കുലത്തിൽ ബഹു വിശ്വരൂപം, വിശ്വരൂപത്തിലുള്ള, നാനാരൂപത്തിലുള്ള, എല്ലാ രൂപത്തിലുമുള്ള ഐശ്വര്യം നിന്റെ കുലത്തിൽ അതുകൊണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ, പ്രാചീനശാലനോട് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അവിടെയും ഇത് കൊണ്ടുണ്ടാകുന്നുണ്ട്. തദ് ഭിന്നതയാ ദിവം ഉപാസമാനസ്യ പ്രാചീനശാലസ്യ ഗേഹേ സർവമപി വിദ്യതേ, സർവാഹി സമ്പദഃ വിദ്യന്തെ സമ്പദഃ വിദ്യന്തെ യദി താദൃശസ്യ ബ്രഹ്മണഃ ഉപാസനാം കുർവതഃ ഏവ ഗേഹേ സമ്പദഃ ഭവേയുഹു ഇതി ചേത് അസ്യ കുലേന ഭവിതും അർഹതി. അപ്പൊ പറയാണ്, ഇതും ശരി തന്നെയാണ്, അതും ശരി തന്നെയാണ്. അപ്പൊ അത് തെറ്റല്ല, ഇതും തെറ്റല്ല, ഇത് രണ്ടും ശരിയാണ്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ശരി അല്ല, ഇനിയും ചിലത് അതിന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇതിഹോവാച ആത്മാ വൈശ്വാനരഃ യം ത്വം ആത്മാനം ഉപാസേ,
യാതൊന്നിനെയാണ് അങ്ങ് ആത്മാവായി ഉപാസിക്കുന്നത്. തസ്മാത് തവ ബഹു വിശ്വരൂപം കുലേ ദൃശ്യതേ. അതുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ കുലത്തിൽ ബഹുരൂപമായ സമ്പത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ശരിയായ വഴിയിൽ തന്നെയാണ്, പക്ഷെ പൂർണ്ണമായി കണ്ടിട്ടില്ല എന്നർത്ഥത്തിൽ പറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അർത്ഥം. പ്രവൃത്തഃ അശ്വതരീരഥഃ ദാസി നിഷ്കഃ അത്സി അന്നം പശ്യസി പ്രിയം അത്തി അന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ യ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ. ഇങ്ങനെ ഉപാസിക്കുന്ന ആളുടെ വീട്ടിൽ ഈ സമ്പത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലും ഈ സമ്പത്തുണ്ട്. എന്തൊക്കെയാണ്? പ്രവൃത്തഃ അശ്വതരീരഥഃ, അങ്ങയുടെ അശ്വതരീരഥം പ്രവൃത്തമായിരിക്കുന്നു. അങ്ങയുടെ അശ്വതരികളെ കെട്ടിയ, അശ്വതരി എന്ന് പറഞ്ഞാൽ കോവർക്കഴുത, കോവർക്കഴുതയെ കെട്ടിയ അങ്ങയുടെ രഥങ്ങൾ നിർബാധമായി സഞ്ചരിക്കുന്നുണ്ടല്ലോ. അത് ഈ ഉപാസന കൊണ്ട് തന്നെയാണ്. അപ്പോ പ്രവൃത്തഃ തവ രഥഃ പ്രവൃത്തഃ പ്രവർത്തമാനഃ ഇത്യർത്ഥഃ. അങ്ങയുടെ രഥങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ടല്ലോ, വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വീട്ടിൽ. അശ്വതരീരഥഃ, അശ്വതരികളെ, അശ്വതരഃ കോവർക്കഴുത അല്ലെ, പെൺകോവർക്കഴുതുകൾ, അശ്വതരികളെ നിബന്ധിച്ചതായ അങ്ങയുടെ രഥം, പെൺകോവർക്കഴുതകളെ കെട്ടിയ അങ്ങയുടെ രഥങ്ങളെല്ലാം പ്രവൃത്തഃ നേരെ നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ദാസി നിഷ്കഃ, അങ്ങയുടെ ദാസിമാർക്ക് നിഷ്കങ്ങളുണ്ട്, കണ്ഠാഭരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാസിമാർ പോലും സമ്പന്നരാണ്. അങ്ങനെ അവർക്ക് കൊടുക്കാൻ അങ്ങേക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങേക്ക് സമ്പത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ദാസികൾ ഒക്കെ അങ്ങയുടെ ദാസി നിഷ്കഃ അസ്തി. പിന്നെന്താണ്? അത്സി അന്നം, അത്സി അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്ന് മാറിയാണ് എന്റെ ബുക്കിൽ കിടക്കുന്നത്. അത്സി അന്നം, അന്നം കഴിഞ്ഞിട്ട് മതിയായിരുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ്. അങ്ങ് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അത്സി അത്യർത്ഥ അദന്തി അത്സി ഭവാൻ അന്നം അത്സി. പിന്നെന്താണ്? പശ്യസി പ്രിയം, അങ്ങ് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടെ ആ പ്രിയം കഴിഞ്ഞിട്ട് മതി, പശ്യസി ഉള്ളിടത്ത് കഴിഞ്ഞിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് പ്രിയം കഴിഞ്ഞിട്ടാണ് വേണ്ടത്. പശ്യസി പ്രിയം, പ്രിയമായ കാര്യങ്ങൾ അങ്ങ് കാണുന്നു. അന്നം അത്തി, അത് തേർഡ് പേഴ്സണിൽ പറയാണ്. അപ്പൊ മറ്റുള്ളവരും അന്നം അശിക്കുന്നുണ്ട്. അന്നം അത്തി പശ്യതി പ്രിയം, പ്രിയമായ കാര്യങ്ങൾ അവരും കാണുന്നുണ്ട്. ഭവതി അസ്യ ബ്രഹ്മവർച്ചസം, അവിടെ നിങ്ങളുടെ കുലത്തിൽ ബ്രഹ്മവർച്ചസവും ഉണ്ട്. ബ്രഹ്മവർച്ചസത്തിന്റെ നിർവചനമൊക്കെ എഴുതി വെച്ചല്ലോ അല്ലെ. വ്രതാധ്യയന സമ്പത്തിരിഷ്യതേ ബ്രഹ്മവർച്ചസം, വ്രതാധ്യയന സമ്പത്തിരിഷ്യതേ ബ്രഹ്മവർച്ചസം, അവിടെ ബ്രഹ്മവർച്ചസവും ഉണ്ട്. കുലേ യഹ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ ഭവതാ യദുക്തം യത് ആത്മാനം വൈശ്വാനരം സൂര്യരൂപേണ ഏവ ഉപാസേ ഇതി. ഏവം സൂര്യരൂപേണ സ്ഥിതം വൈശ്വാനരം യഹ ഉപാസ്തേ തസ്യ ഗൃഹേ ഏതത് സർവമപി ഭവിഷ്യതി. അയാൾക്ക് ഇതെല്ലാം ഉണ്ടാകും, ബ്രഹ്മവർച്ചസവും ഉണ്ടാവും. അതുപോലെ ഇത് അങ്ങേക്കും ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. പ്രവൃത്തഃ അശ്വതരീരഥഃ ദാസി നിഷ്കഃ അത്സി അന്നം പശ്യസി പ്രിയം അത്തി അന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ യ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ. ഇപ്രകാരം വൈശ്വാനരം ഉപാസിക്കുന്നവർക്ക് ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നർത്ഥം. എന്നിട്ട് എന്താണ് പറയുന്നത്? ചക്ഷുസ്തു ഏതത് ആത്മനഃ ഇതി ഹോവാച. എന്നാൽ ഇതും പൂർണ്ണമായി ആ ആത്മാവല്ല. നേരത്തെ പറഞ്ഞ പോലെ യഹാ ദിവം ഉപാസ്തേ സഹ ശിരഃ ഏവ ഉപാസ്തേ, യഹാ ആദിത്യം ഉപാസ്തേ സഹ ചക്ഷുരേവ ഉപാസ്തേ. അദ്ദേഹം ചക്ഷുസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ അങ്ങ് എന്തിനെ ഉപാസിക്കുന്നു എന്നാണ് പറഞ്ഞത്? രാജൻ ഇതി ഹോവാച ഏഷ വൈ ആദിത്യം. ആദിത്യനെ ഉപാസിക്കുന്നത് ചക്ഷുസിനെയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്? ചക്ഷുഹൂത്തു ഏതത് ആത്മനഃ ഇതി ഉവാച. ഏതത് ആത്മനഃ ചക്ഷുഹു ഏവ, ഇത് ആ ആത്മാവിന്റെ ചക്ഷുസ്സാണ്. ഒരിടത്ത് ശിരസാണ്, ഇവിടെ എന്താണ്? ഇത് ചക്ഷുസ്സാണ്. ഇനി ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചക്ഷുസ്സാണ് എന്ന് പറയുന്നത്. ചക്ഷുഹൂത്തു ഏതത് ആത്മനഃ
ഇതിഹോവാച. ചില ടെക്സ്റ്റുകളിൽ ആത്മാനഹ എന്നുണ്ട്, അത് വേണ്ട, ആത്മനഹ ഷഷ്ടിയാണ്. ആത്മനഹ, ആത്മനോഹോ, ആത്മനാം, ആത്മനി, ആത്മനോഹോ, ആത്മസു ഇത്യാദാനി രൂപാണി ദ്രഷ്ടവ്യാനി അർത്ഥം. പ്രവൃത്തഃ അശ്വതരീരഥഃ ദാസി നിഷ്കഃ അത്സി അന്നം പശ്യസി പ്രിയം അത്തി അന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ ചക്ഷുസ്തു ഏതത് ആത്മനഃ. ഇത് ആത്മാവിന്റെ ചക്ഷുസ് മാത്രമാകുന്നു. ഇതിഹ ഉവാച എന്ന് അദ്ദേഹം രാജാവ് പറഞ്ഞു എന്നർത്ഥം. അന്ധഃ അഭവിഷ്യഃ യന്മാം ന ആഗമിഷ്യേ ഇതി. നേരത്തെ പറഞ്ഞ പോലെ ശിരസിന് ഹാനി വന്നേനെ എന്ന് പറയുന്ന പോലെ ഈ ചക്ഷുസിനെ അങ്ങ് ഇനിയും ഇതാണെന്ന് അറിയാതെ അങ്ങ് അങ്ങനെ തന്നെ തുടർന്നു പോയാൽ അങ്ങേക്ക് ചക്ഷുഹാനി ഉണ്ടായേനെ. ചക്ഷുസിന്റെ ഹാനി, ചക്ഷുർഹാനി അങ്ങേക്ക് ഉണ്ടാകുമായിരുന്നു. അങ്ങിപ്പോ വന്നത് മനസ്സിലായി, നന്നായി എന്നർത്ഥം. അപ്പൊ ഓരോ കർമ്മം ചെയ്യുന്ന ആളുകൾ തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് അറിയണം. അതിന് അങ്ങൊന്ന് വന്നത് നന്നായി. ഇപ്പൊ വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങ് അന്ധനാകുമായിരുന്നു, ചക്ഷുസിന് ഹാനി വരുമായിരുന്നു. ചക്ഷുസ്തു ഏതത് ആത്മനഃ ഇതി ഹോവാച. അന്ധഃ അഭവിഷ്യഃ, അഭവിഷ്യത്, അഭവിഷ്യതാം, അഭവിഷ്യൻ, അഭവിഷ്യത്. യദി ത്വം അത്ര ന ആഗമിഷ്യഃ തർഹി ത്വം അന്ധഃ അഭവിഷ്യഃ. ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങ് അന്ധനായി പോകുമായിരുന്നു. യന്മാം ന അഗമിഷ്യേ ഇതി. യന്മാം ന അഗമിഷ്യഃ, അഗമിഷ്യത്, അഗമിഷ്യതാം, അഗമിഷ്യൻ, അഗമിഷ്യഃ, അഗമിഷ്യതല്ല അഗമിഷ്യഃ ഇതി. ത്വം എന്നല്ലേ മധ്യമിഷൻ. അപ്പൊ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഇങ്ങനെയുള്ള ദോഷം സംഭവിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം. പ്രവൃത്തഃ അശ്വതരീരഥഃ ദാസി നിഷ്കഃ അത്സി അന്നം പശ്യസി പ്രിയം അത്തി അന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ ചക്ഷുസ്തു ഏതത് ആത്മാനഃ ഇതി ഹോവാച. അന്ധഃ അഭവിഷ്യത് യന്മാം ന ആഗമിഷ്യഃ ഇതി. അപ്പൊ അങ്ങനെ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ആപത്ത് ഉണ്ടാകുമായിരുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെ 13ാമത്തെ ഖണ്ഡവും അവിടെ അവസാനിക്കുകയാണ്. 14 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 2-3 മിനിറ്റ് ഉണ്ടാവുള്ളൂ, എങ്കിലും നമുക്കൊന്ന് നോക്കാം. അധഹോവാച ഇന്ദ്രദ്യുമ്നം ബാല്ലവേയം വയ്യാഗ്രപദ കം ത്വം ആത്മാനം ഉപാസ്സ ഇതി വായുമേവ ഭഗവഃ രാജൻ ഇതി ഹോവാച. യശ വൈ പൃഥക് വർത്മ ആത്മാ വൈശ്വാനരഃ യം ത്വം ആത്മാനം ഉപാസ്സേ തസ്മാത് ത്വം പൃഥക് ബല ആയാന്തി പൃഥക് രഥശ്രേണയഃ അനുയന്തി എന്നാണ്. അധ ഹ ഉവാച. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഈ കഴിഞ്ഞ 2 ഖണ്ഡത്തില് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി തന്നെ പറയാം. ദാസി നിഷ്കോ എന്ന് പറഞ്ഞാണെന്ന് ദാസികളും സ്വർണമാലയും. അതായത് ദാസികൾ നിഷ്കത്തോട് കൂടിയവരാണ്. ദാസികളിലും നിഷ്കമുണ്ട് നിനക്ക്. അപ്പൊ എന്താ പറഞ്ഞ എന്താ അർത്ഥം? യു ആർ ഇമ്മൻസ്ലി റിച്ച് എന്നാണ് അർത്ഥം. ദാസിമാരിലും ദാസീനിഷ്കം, ദാസീനിഷ്കവും ഉണ്ട്. അത് എന്ത് മാത്രമല്ല, എന്നാ കേവലം വധു നിഷ്കഹ, നിന്റെ വധുമാരിൽ മാത്രമല്ല നിഷ്കം. നിഷ്കം എന്ന് പറഞ്ഞാൽ കണ്ഠാഭരണം, സ്വർണം, വിലപിടിപ്പുള്ള രത്നങ്ങൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അങ്ങയുടെ ദാസിമാർ പോലും കണ്ഠാഭരണങ്ങളൊക്കെ ധരിച്ച് രത്നങ്ങളൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. അത്രയ്ക്ക് അങ്ങേക്ക് സമ്പത്തുണ്ടായത് ഇതുകൊണ്ടാണ് എന്നാണ് അതിനർത്ഥം. എന്തെങ്കിലും അസ്തു. അപ്പോ അപ്രകാരം അത് അങ്ങേക്ക് അങ്ങ് സമ്പന്നനാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദാസികളിൽ നിഷ്കമുണ്ട്. പിന്നെന്താണ്, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. അങ്ങയുടെ രഥങ്ങൾക്കൊന്നും ഒരു തടസ്സവുമില്ല, എല്ലാം ഭംഗിയായി നടക്കുന്നു എന്നർത്ഥം. അധഹോവാച. ഇനി ഇന്ദ്രദ്യുമ്നനോട് ചോദിക്കുകയാണ്. ഇന്ദ്രദ്യുമ്നൻ ആരാണ്? ബാല്ലവേയഃ, ബല്ലവന്റെ പുത്രനാണ്. ബല്ലവസ്യ പുത്രഃ ഇതി ഹേതുഃ ബാല്ലവേയഃ. ബാലവേയനായ ഇന്ദ്രദ്യുമ്നനോട് ചോദിച്ചു. വയ്യാഗ്രപദ്യൻ, വ്യാഘ്രപദം ഉള്ളവന്റെ മകൻ എന്നർത്ഥം. വ്യാഘ്രത്തിന്റെ കാല് പോലെ കാലുള്ള ആള് എന്നർത്ഥം. അപ്പൊ
ഭല്ലു എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി എന്നാണ് അർത്ഥം. കരടി. അപ്പൊ അവരുടെ കുലത്തിന്റെ സവിശേഷതയായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. അല്ലയോ വ്യാഘ്രപദ, വ്യാഘ്രപദന്റെ മകനെ എന്ന് വിളിക്കുകയാണ്. വ്യാഘ്രത്തെ പോലെ കാലുള്ളവന്റെ മകൻ എന്നാണ് പദത്തിന്റെ അർത്ഥം. വയ്യാഘ്രപദ്യ കം ത്വം ആത്മാനം ഉപാസയിതി. നീ ആരെയാണ് ഇനി ഉപാസിക്കുന്നത്? വായുമേവ ഭഗവഹ, ഞാൻ വായുവിനെയാണ്. ഒരാള് ദിവത്തെയാണ്, ഒരാൾ ആദിത്യനെയാണ്, ഒരാള് വായുവിനെയാണ്. വായുവിനെയാണ് ഒരാള് ഉപാസിക്കുന്നത്. വായുമേവ ഭഗവഹ രാജൻ ഇതി ഹോവാച എന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ വൈ പൃഥക് വർത്മാ ആത്മാ. ഇതും പൃഥക് വർത്മാ ആത്മാ, പൃഥക് പൃഥക് വേറെ വേറെ വഴികളോടുകൂടിയ വൈശ്വാനരാത്മാവ് തന്നെയാണ്. എല്ലാം ഒരു വഴിക്കല്ല, വേറെ വേറെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന വൈശ്വാനരാത്മാവ് തന്നെയാണ് അങ്ങ് ഉപാസിക്കുന്ന ഈ വായു എന്ന് പറയാം. അത് തന്നെയാണ് വൈശ്വാനരൻ. വിശ്വനരന്മാരിലും സാധു അല്ലെ, എല്ലാ നരന്മാർക്കും വേണ്ടേ വായു? വായു ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അല്ലെ. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടത്ര ഉള്ളതായിട്ട് എല്ലാവർക്കും ബോധ്യമുള്ള ഒന്നേ ഉള്ളൂ. അതെന്താണ്? വായുവാണ്. വെള്ളത്തിന് വിഷമിക്കുന്നവരുണ്ട്, പിന്നെന്താണ് അഗ്നിക്ക് വിഷമിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാവും. അഗ്നിയുണ്ട് അല്ലെ, ഈർപ്പമുണ്ട്. എന്നാലും ചിലപ്പോ എന്താണ് പറയുക, തണുപ്പകറ്റാൻ കുളിരകറ്റാൻ മാർഗമില്ലാണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ആരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ ലോകത്ത്, അവർക്കൊക്കെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള വായു ഇവിടെ ഉണ്ട് എന്നർത്ഥം. അത് നമ്മുടെ വേദങ്ങളൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് കടക്കാൻ ഇപ്പോ സമയമില്ല, ഇരിക്കട്ടെ. നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ്. 2-3 മിനിറ്റിനുള്ളിൽ ഒരു മണിയടിപ്പോ കേൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് വായുമേവ ഭഗവഹ രാജൻ ഇതി ഹോവാച ഏഷഹ വൈ പൃഥക് വർത്മാ ആത്മാ. പൃഥക് വർത്മാവായ ആത്മാവാണിത്. വായുവിന് വിവിധ മണ്ഡലങ്ങളും വായുമണ്ഡലങ്ങളും സഞ്ചാരമാർഗങ്ങളും ഒക്കെയുള്ള പൃഥകാത്മാവായ വൈശ്വാനരനായ എന്താണ് പറയാ ആത്മാവ് തന്നെയാണ്. അത് അങ്ങ് ഉപാസിക്കുന്നതും അതിനെ തന്നെയാണ്. അപ്പോ ഉപാസനമല്ലാതെ ഒന്നും നടക്കുന്നില്ല. വേദം പറയുന്ന താല്പര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. യച്ചിദ്ധി ശശ്വതാതന ദേവം ദേവം യജാമഹേ ത്വം ഇദ് ഹൂയതേ ഹവിഹി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പോകുന്നത്. യച്ചിദ്ധി, ഏതൊക്കെ ദേവന്മാരെ ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ ഉപാസിക്കുന്നുവോ ആ ദേവന്മാർക്കായി നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ ഹവിസുകളും ഒരൊറ്റ ദേവനിൽ തന്നെ വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ പറയുന്ന ഈ താല്പര്യം തന്നെയാണ് അല്ലേ. നാനാമാർഗങ്ങളായിട്ടുള്ള വൈശ്വാനര ആത്മാവ് തന്നെയാണ് അങ്ങ് ഉപാസിക്കുന്ന വായു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. വായുമേവ ഭഗവഹ രാജൻ ഇതി ഹോവാച ഏഷ വൈ പൃഥക് വർത്മാ ആത്മാ വൈശ്വാനരഃ യം ത്വം ആത്മാനം ഉപാസേ. ഏതൊന്നിനെ അങ്ങ് ആത്മാവായി ഉപാസിക്കുന്നുവോ ആ ആത്മാവ് തസ്മാത് ത്വം പൃഥക് ബല ആയാന്തി. അതുകൊണ്ട് അങ്ങ് പൃഥക്കായി ബലത്തോടു കൂടിയവനാണ്. പൃഥക് ബലം തേ അസ്തി. ഓരോ ദിക്കിൽ നിന്നും അങ്ങേക്ക് ബലം വന്നു ചേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് നല്ല ബലത്തോടു കൂടിയവനായി വർത്തിക്കുന്നു. യസ്മിൻ കസ്മിന്നപി മാർഗേ ഭവാൻ ഗച്ഛസി തസ്മാത് മാർഗാത് സർവസ്മാത് അപി ഭവതഃ ബലമേവ ആയാതി. അവിടെ എല്ലാം അങ്ങേക്ക് ബലം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഉപാസനയുടെ ഫലം അങ്ങേക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഏഷഹ വൈ പൃഥക് വർത്മാ ആത്മാ വൈശ്വാനരഃ യം ത്വം ആത്മാനം ഉപാസേ. ആരെയാണോ അങ്ങ് ആത്മാവായി ഉപാസിക്കുന്നത് തസ്മാത് ത്വം പൃഥക് ബലഃ ആയാന്തി. പൃഥക് ബലഃ ത്വാം ആയാന്തി. പൃഥക് ബലം അങ്ങേക്ക് വന്നു ചേരുന്നു. രഥശ്രേണയഃ അനുയന്തി. തന്നെയല്ല രഥശ്രേണികൾ, രഥത്തിന്റെ ശ്രേണികൾ, സമ്പത്ത് കൊണ്ടുവരുന്ന രഥത്തിന്റെ ശ്രേണികൾ അഥവാ വാണിജ്യാർത്ഥങ്ങളായി നടക്കുന്ന രഥത്തിന്റെ ശ്രേണികൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു എന്നർത്ഥം. കൃത്യമായിട്ട് രഥത്തിന്റെ ശ്രേണികൾ അങ്ങയെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭവതഃ ഇച്ഛാനുസാരേണ ഏവ സർവേ അഭി തേ പ്രവർത്തന്തേ. എല്ലാം അങ്ങയുടെ അഭിമതത്തിനനുസൃതമായ വിധത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നുവല്ലോ എന്നർത്ഥം. അനുയന്തി, അങ്ങയെ അനുയന്തി. രഥശ്രേണയഃ, രഥത്തിന്റെ കൂട്ടങ്ങൾ. അനുയന്തി, അങ്ങയെ അനുഗമിക്കുന്നു. അത്സി അന്നം, ഇത് പെട്ടെന്ന് തീർക്കാം നമുക്ക്. അത്സി അന്നം, അന്നമശിക്കുന്നു.
പിന്നെയോ പശ്യസി പ്രിയം, പ്രിയമായ കാര്യങ്ങൾ കാണുന്നു. അത്തി അന്നം, മറ്റുള്ളവരും അന്നം അത്തി. പിന്നെന്താണ്? പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ. ഇങ്ങനെ ആര് ധ്യാനിക്കുന്നുവോ, ആര് കുലത്തിൽ ബ്രഹ്മവർച്ചസം ഉണ്ടാകും. യ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ പ്രാണാഹതു ഏഷ. എന്നാൽ ഇത്, ഈ വായു ആ ആത്മാവിന്റെ പ്രാണനാണ്. ആത്മനഹ ഇതി ഹോവാച, ആ ആത്മാവിന്റെ പ്രാണനാണിത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങ് ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ അങ്ങേക്ക് പ്രാണാപായം വരുമായിരുന്നു എന്നാണ്. പ്രാണസ്തേ ഉദക്രമിഷ്യത്, ഉത്ക്രമിച്ചു പോയനെ, അങ്ങയുടെ പ്രാണൻ ഉത്ക്രമിച്ചു പോയനെ. യന്മാംന ആഗമിഷ്യേക്ക് വന്നില്ലെങ്കിൽ അങ്ങേക്ക് പ്രാണാപായം വരുമായിരുന്നു, അങ്ങ് വലിയ ആപത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ 14ാമത്തെ ഖണ്ഡവും അവിടെ അവസാനിക്കുന്നു. ഏതാവദേവസ്തു സ്വസ്ത്യസ്തു ഭവദ്ഭ്യഃ സർവേഭ്യഃ അപി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. അസ്തു. നമസ്കാരം.